എൻ്റെ പേര് രാകേഷ് കുമാർ. എസ്റ്റീം ട്യൂഷൻസ് ക്ലാസ്സസ് ഫോർ മാത്തമാറ്റിക്സ് ക്ലാസ് 10-ലെ പോളിനോമിയൽ എന്ന ചാപ്റ്ററിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് രണ്ടാം ഭാഗം ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ 11 നമ്മൾ 10th വരെ ഓൾറെഡി ചെയ്തു, 1 to 10 വരെ ചെയ്തു കഴിഞ്ഞു. ഇനി 11th ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. If zeros of a quadratic polynomial are -1 and 7, then the quadratic polynomial is dash. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഓപ്ഷൻസ് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, എ ബി സി ഡി. ആ ഓപ്ഷൻസ് ഞാൻ വായിക്കുന്നില്ല, കാരണം നമ്മൾ ഡയറക്റ്റ് കണക്കിലേക്ക് പോകുന്നു. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, നമുക്ക് തന്നിരിക്കുന്നത് സീറോസ് എന്ന് പറയുമ്പോൾ ഒന്ന് ആൽഫയും, ക്വാഡ്രാറ്റിക് ആയതുകൊണ്ട് രണ്ട് സീറോസേ വരുള്ളൂ, ഒന്ന് ആൽഫയും രണ്ടാമത്തത് ബീറ്റയും. ഇതിൽ നമുക്ക് സെക്കൻഡ് മെത്തേഡ് ചെയ്യാം, അതാണ് കുറച്ച് എളുപ്പം മറ്റേതിനെക്കാട്ടിലും. ഞാൻ സെക്കൻഡ് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതിൽ നോക്കിക്കോളൂ, ആൽഫ തന്നിട്ടുണ്ട് -1, ബീറ്റ നമുക്ക് തന്നിട്ടുണ്ട് 7. അപ്പോൾ നമ്മൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ നമ്മളെ കൊണ്ട് ഫോം ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എന്താ അതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: k ഇൻറ്റു എക്സ് സ്ക്വയേർഡ് മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എക്സ് പ്ലസ് ആൽഫ ബീറ്റയാണ്. ഇതാണ് നമ്മളൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ക്രിയേറ്റ് ചെയ്യുന്ന ഫോം ചെയ്യുന്നത്. കെ എന്ന് പറയുന്നൊരു കോൺസ്റ്റൻ്റ് ആണ്. k ഇൻറ്റു എക്സ് സ്ക്വയേർഡ് മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം, നമ്മുടെ ജോലി ആദ്യത്തെ ആൽഫ പ്ലസ് ബീറ്റ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. എന്താണ് ആൽഫ? -1. എന്താണ് ബീറ്റ? 7. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുമ്പോൾ -1 + 7 എന്താണ്? ദറ്റ് ഈസ് ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും വന്നാൽ സബ്ട്രാക്റ്റീവും ഏറ്റവും വലിയ നമ്പറിൻ്റെ സൈൻ ഇടും. ദറ്റ് ഈസ് 6 ഇവിടെ കിട്ടും. 7 1 പോയാൽ 6 ആണ്, ഏറ്റവും വലിയ നമ്പർ 7 ആണ്, അതിൻ്റെ സൈൻ 6. ഓക്കെ, ആൽഫ ബീറ്റ അടുത്തത്. ഇതിൽ ആൽഫ ബീറ്റ ആണ്. ദറ്റ് ഈസ് ആൽഫ ഇൻറ്റു ബീറ്റ. -1 × 7 എന്താണ്? -7. അപ്പോൾ നമുക്ക് സമ്മും കിട്ടി, പ്രൊഡക്റ്റും കിട്ടി. ഈ ഭാഗം എന്ന് പറയുന്നത് സമ്മാണ്, ഇത് പ്രൊഡക്റ്റാണ്. എക്സ് സ്ക്വയേർഡ് മൈനസ് സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് സീറോസ് ആണ്. അപ്പോൾ k ഇൻറ്റു എക്സ് സ്ക്വയേർഡ് മൈനസ് എക്സ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്രയാണ്? 6x എഴുതുക, പ്ലസ് ആൽഫ ബീറ്റയാണ്. പക്ഷേ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. അപ്പോൾ എന്താ വരിക? പോസിറ്റീവ് ഇൻറ്റു -7 എന്ന് പറയുമ്പോൾ എന്താവും? നെഗറ്റീവ് ആവും. അപ്പോൾ k ഇൻറ്റു എക്സ് സ്ക്വയേർഡ് മൈനസ് 6x മൈനസ് 7 = 0. അപ്പോൾ ഇതിലെ ഓപ്ഷൻസിൽ ഏതാണ് ആൻസർ? സി ആണ് ഇതിൻ്റെ ആൻസർ വരിക. ഓക്കെ, k എന്ന് പറഞ്ഞിട്ടില്ല ഇതിൽ. ഇപ്പോൾ നോക്കിക്കോളൂ, k കൊടുത്തു, നമ്മൾ സമ്മതിച്ചു. k കൊടുത്ത ശേഷം kയിനിപ്പോൾ നമ്മൾ 1 കൊടുത്തു, അല്ലെങ്കിൽ 2 കൊടുത്തു, 3 കൊടുത്തു, 4 ഏത് വേണമെങ്കിൽ കൊടുത്തോട്ടെ, അത് ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഡിവൈഡഡ് ആവും. അപ്പോൾ k 100 കൊടുത്തു, ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? 0/100 ആവും. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുക? എക്സ് സ്ക്വയേർഡ് മൈനസ് 6x മൈനസ് 7 കിട്ടും. ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് kന് 1 കൊടുത്ത് എന്താ വരിക? 1 ഇൻറ്റു എക്സ് സ്ക്വയേർഡ് മൈനസ് 6x മൈനസ് 7 എന്താണ്? അതേ ആൻസറാണ്, എക്സ് സ്ക്വയർഡ് മൈനസ് 6x മൈനസ് 7. അതിൻ്റെ അർത്ഥം 1 കൊടുക്കണം എന്നല്ല, kന് എന്ത് കൊടുത്താലും, kന് എന്ത് വാല്യൂ കോൺസ്റ്റൻറ്റ് വാല്യൂ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും അത് ഈക്വൽ ടു അപ്പുറത്തുമ്പോൾ ഡിവൈഡ് ആവും. ദറ്റ് ഈസ് 0 ഡിവൈഡഡ് ബൈ ഏത് നമ്പർ വരികയാണെങ്കിൽ എന്താ വരിക? 0 ആണ് വരിക. അതുകൊണ്ട് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? എക്സ് സ്ക്വയർഡ് മൈനസ് 6x മൈനസ് 7. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഓക്കെ, അടുത്ത നോക്കിക്കോളൂ, 12th ക്വസ്റ്റ്യൻ. A quadratic polynomial with sum of zeros 3/2 and product of zeros 1/2 is dash. ഇവിടെ സം ഓഫ് സീറോസ് തന്നിട്ടുണ്ട്. സം ഓഫ് സീറോസ് പറഞ്ഞാൽ നമ്മൾ എന്താ ശരിക്കും പഠിച്ചിരിക്കുന്നത്? ആൽഫ പ്ലസ് ബീറ്റ ആണ്. സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് 3/2ഉം ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുന്നത് ആൽഫ ബീറ്റയാണ്, അത് 1/2ഉം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ജനറൽ ഫോം നമ്മൾ എങ്ങനെയാണ് ഫോം ചെയ്യുക? k ഇൻറ്റു എക്സ് സ്ക്വയേർഡ് മൈനസ് സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് സീറോസ് = 0. ഓക്കെ, ഇതാണ് ശരിക്കും ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യും? k എന്ന് പറഞ്ഞാൽ എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. k ഇൻറ്റു എക്സ് സ്ക്വയേർഡ് മൈനസ് സം ഓഫ് സീറോസ് ക്വസ്റ്റ്യനിൽ തന്നത് 3/2, ദറ്റ് ഈസ് 3/2x പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് സീറോസ് പറയുന്നത് 1/2 = 0. ഓക്കെ, അടുത്തത് k ഇൻറ്റു ഇതിൻ്റെ എൽസിയം കാണണം. ഈ എക്സ് സ്ക്വയർഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? എക്സ് സ്ക്വയർഡ് ബൈ 1 ആണ്, മൈനസ് 3/2x പ്ലസ് 1/2. അപ്പോൾ ഇതിൻ്റെ എൽസിയം എന്ന് പറയുന്നത് 2 ആണ്. ആ 2 ഞാൻ ഇവിടെ എഴുതി, നോക്കിക്കോളൂ. 2 എഴുതി. ഇവിടെ എക്സ് സ്ക്വയർഡ് പറഞ്ഞാൽ എക്സ് സ്ക്വയർഡ് ബൈ 1 ആണ്. അപ്പോൾ 2 1-ൽ എത്ര ടൈംസ്? എക്സ് സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർഡ് ബൈ 1 ആണ്. അപ്പോൾ 2 1-ൽ എത്ര ടൈംസ് നോക്കുക? ദറ്റ് ഈസ് 2 ടൈംസ് 2 × x 2x സ്ക്വയർഡ്
മൈനസ് 2 2ൽ എത്ര ടൈം 1 ടൈം 1 ഇൻറ്റു 3x പ്ലസ് 2 2ൽ എത്ര ടൈം 1 ടൈം 1 ഇൻറ്റു 1 1 ബൈ 2 ഇൻറ്റു, അതായത് എൽ സി എം കാണാണ് ഇവിടെ. ഓക്കെ, 2 ആണ് നമുക്ക് എൽ സി എം വരിക. ആ 2 താഴെ എഴുതി. 2 എക്സ് സ്ക്വയർഡ് എന്ന് പറഞ്ഞ അർത്ഥം എക്സ് സ്ക്വയർഡ് ബൈ 1 ആണ്. അപ്പോൾ 2 1ൽ എത്ര ടൈംസ് 2 ടൈംസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർഡ് 2 എക്സ് സ്ക്വയർഡ് 2 2ൽ എത്ര ടൈംസ് 1 ടൈം 1 ഇൻറ്റു 3x അങ്ങനെയാണ് ഇത് കിട്ടുന്നത് ബൈ 2. ഓക്കെ, ഇത് രണ്ട് രീതിയിലും ചെയ്യാം. നമുക്ക് കെയിന് 2 കൊടുത്തു വെച്ചോളൂ. കെ ഒരു കോൺസ്റ്റൻ്റ് ആണല്ലോ. കെയിന് 2 കൊടുത്താൽ എന്താ സംഭവിക്കുക? ഈ 2ഉം ക്യാൻസൽ ചെയ്ത് പോകും. കെയിന് 2 കൊടുത്തപ്പോൾ ഈ 2ഉം ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്താ വരിക? 2x സ്ക്വയർഡ് മൈനസ് 3x പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് വരും. നോക്കിക്കോളൂ. അല്ല, ഇപ്പം അങ്ങനെ അല്ലെങ്കിൽ പോലും ഈ 2നെ ഇങ്ങോട്ടേക്ക് ഇൻറ്റു ചെയ്യുമ്പോൾ എന്താവും? 2നെ ഇങ്ങോട്ടേക്ക് ഇൻറ്റു ചെയ്യുമ്പോൾ 0 ആയി. ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ആണ്. കെ ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? 0/k ആവും. ദറ്റ് ഈസ് 0 ആയി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 2x സ്ക്വയർഡ് മൈനസ് 3x പ്ലസ് 1 ആണ് ഇതിൻ്റെ ആൻസർ. ഇതിൽ ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്. ഓക്കെ, നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി ഇതിലെ 13th ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. A quadratic polynomial having 105 ആണ് and the sum of zeros is 8 ആണ് തന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്, അതിൻ്റെ ഒരു സീറോ തന്നിട്ടുണ്ട്, അത് 5 ആണ്. ആൻഡ് സം ഓഫ് സീറോസും തന്നിട്ടുണ്ട്, ദറ്റ് ഈസ് 8 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സം ഓഫ് സീറോസ് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ആൽഫയും ബീറ്റയും കൂടി ആഡ് ചെയ്യുന്നതാണ് 8. സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ ആൽഫയും ബീറ്റയും കൂടി ആഡ് ചെയ്യുന്നതാണ് 8. അതിൽ ഒരു സീറോ തന്നിട്ടുണ്ട്, അത് നമ്മൾ ആൽഫ ആയിട്ട് എടുക്കാം. തന്നിരിക്കുന്ന ഒരു സീറോ ആൽഫയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ബീറ്റ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ കൊടുത്തിരിക്കുന്ന ആൽഫയാണ്. ഓക്കെ, അപ്പോൾ സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് 8 തന്നിട്ടുണ്ട്. അതിലെ 1 സീറോ അത് ആൽഫ ആവാം ബീറ്റ ആവാം. ഞാൻ എടുത്തിരിക്കുന്നത് ആൽഫയാണ്. ഈസിക്കൽ ടു 5 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നും ബീറ്റ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? ആൽഫ പ്ലസ് ബീറ്റ ഈസിക്കൽ ടു 8. ആൽഫ 5 ആണെങ്കിൽ ഇവിടെ ആൽഫ കാണുന്നവിടെ 5 കൊടുക്കുക. 5 പ്ലസ് ബീറ്റ ഈസിക്കൽ ടു 8. അപ്പോൾ ബീറ്റ എന്തായിരിക്കും? 8 ഇവിടെ ഉണ്ട്, പ്ലസ് 5 ഇങ്ങോട്ട് വരുമ്പോൾ -5, ദറ്റ് ഈസ് 3. 8 5 പോയാൽ 3. അപ്പോൾ ബീറ്റ കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി ആൽഫയും കിട്ടി ബീറ്റയും കിട്ടിക്കഴിഞ്ഞു. ഇനി എങ്ങനെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ നമുക്ക് ഫോം ചെയ്യാം? നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. k ഇൻറ്റു എക്സ് സ്ക്വയർഡ് മൈനസ് സം ഓഫ് 0x പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് 0 ഈസിക്കൽ ടു 0. അപ്പോൾ k ഇൻറ്റു എക്സ് സ്ക്വയർഡ് മൈനസ് സം ഓഫ് സീറോസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സം ഓഫ് സീറോസ് എത്രയാണ്? 8x പ്ലസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം, ആൽഫ 5 ആണ്, ബീറ്റ 3 ആണ്. ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നത് 5 ഇൻറ്റു 3 എത്രയാണ്? 15. പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യണം. സമ്മത്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 8x, അത് ഡയറക്റ്റായിട്ട് കൊടുത്താൽ മതി. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു ബീറ്റ, ദറ്റ് ഈസ് 5 ഇൻറ്റു 3 15 ഈസിക്കൽ ടു 0. ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. ഈ കോൺസ്റ്റൻ്റ് എപ്പോഴും ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ അത് ഡിവൈഡഡ് ആവും, അപ്പോൾ അത് 0 ആവും. ബാക്കി ആൻസർ എന്താ വരിക? എക്സ് സ്ക്വയർഡ് മൈനസ് 8x പ്ലസ് 15. നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? ബി ആണ്. എക്സ് സ്ക്വയർഡ് മൈനസ് 8x പ്ലസ് 15 എന്ന് പറയുന്നത് ബി ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നന്നായിട്ടത് മനസ്സിലാക്കുക. ഇതൊരു ബി ആണ് കേട്ടോ. ഇനി അടുത്തത്, മുമ്പത്തെ കണക്കിൽ സമ്മ് തന്നു, ഈ കണക്കിൽ പ്രൊഡക്റ്റാണ്. ഒക്കെ ഒരേ മെത്തേഡാണ് ചെയ്യേണ്ടത്. നോക്കിക്കോളൂ. 14th ക്വസ്റ്റ്യൻ. എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഹൂസ് 1 0 ഈസ് 4 ആൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് സീറോസ് ഈസ് 44. അതായത് നമ്മൾ പ്രൊഡക്റ്റ് ഓഫ് സീറോസ് പറഞ്ഞാൽ എന്താ പറയുക? ആൽഫ ബീറ്റ ആണ്. ആൽഫ ബീറ്റ ദറ്റ് ഈസ് ആൽഫ ഇൻറ്റു ബീറ്റ. ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നത് 44 തന്നിട്ടുണ്ട്. ഇതിൽ 1 0 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആൽഫ ആയിട്ട് എടുക്കാം ബീറ്റ ആയിട്ട് എടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന ആൽഫയാണ്. ആൽഫ 4 എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൽഫ 4 ആണ്. അപ്പോൾ ആൽഫ ഇൻറ്റു ബീറ്റ ഈസിക്കൽ ടു 44. ആൽഫ കാണുന്നവിടെ 4 ഇൻറ്റു ബീറ്റ ഈസിക്കൽ ടു 44. ദെൻ ബീറ്റ ഈസിക്കൽ ടു 4 ഇൻറ്റു ആണ്. ഈക്വൽ ടു ഇപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഡിവൈഡ് ആവും. ഈക്വൽ ടു ഇപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡ് ആവും. 44 ഡിവൈഡ് ബൈ 4 എന്ന് പറയുന്നത് കിട്ടി 11 കിട്ടി. ഓക്കെ, അപ്പോൾ ബീറ്റ എന്ന് പറയുന്നത് 11 കിട്ടി, ആൽഫ എന്ന് പറയുന്നത് 4 കിട്ടി. ഇനി നമ്മുടെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫോം ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? k ഇൻറ്റു എക്സ് സ്ക്വയർഡ് മൈനസ് സം ഓഫ് സീറോസ് എക്സ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് സീറോസ്. ഓക്കെ, അതിൽ k ഇൻറ്റു എക്സ് സ്ക്വയർഡ് മൈനസ് സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ ആൽഫയും ബീറ്റയാണ്. ആൽഫ എത്ര ഇവിടെ കിട്ടിയിരിക്കുന്നത്? 4. ബീറ്റ എത്രയാണ്? 11. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 15. അപ്പോൾ ഇവിടെ ഓൾറെഡി മൈനസ് ഉണ്ട്. മൈനസ് സം എന്ന് പറയുന്നത് നമുക്ക് 15 കിട്ടി. ഇവിടെ ഒരു എക്സ് ഉണ്ട്, 15x
പ്ലസ് പ്രൊഡക്റ്റ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 44 പ്ലസ് 44 ആണ് ഈസിക്കൽ ടു 0. അപ്പോൾ ഇതിൽ കെ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും ഡിവൈഡഡ് ബൈ കെ ആവും, ദറ്റ് ഈസ് 0 ആവും, അവിടെ 0 ആവും. ബാക്കി നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? എക്സ് സ്ക്വയർഡ് മൈനസ് 15x പ്ലസ് 44, എക്സ് സ്ക്വയർഡ് മൈനസ് 15x പ്ലസ് 44 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിൽ ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്. ഓക്കെ, നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ 15th ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. Sum of zeros of the polynomial, sum of zeros of the polynomial x squared minus 5x plus 6 is dash. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്, അതിൻ്റെ സം ഓഫ് സീറോസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇത് വളരെ എളുപ്പമാണ്. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, ആ ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക. എങ്ങനെ സൊല്യൂഷൻ ചെയ്യേണ്ടത് പറഞ്ഞുതരാം. നമ്മുടെ പോളിനോമിയൽ ഏതാണ്? എക്സ് സ്ക്വയർഡ് മൈനസ് 5x പ്ലസ് 6 ആണ് നമ്മുടെ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പോളിനോമിയലിൻ്റെ നമ്മുടെ ജനറൽ ഫോം എന്താണ്? പോളിനോമിയലിൻ്റെ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണ്. നമുക്ക് അതിനെ കമ്പയർ ചെയ്യണം. എ എന്ന് പറയുന്നത് അവിടെ എന്താണ്? 1, എ ഈസിക്കൽ ടു 1, ബി എന്താണ്? -5, സി എന്താണ്? 6. അത് നമുക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് എന്താ ശരിക്കും ഫോർമുല? സം ഓഫ് സീറോസ് ആൽഫ പ്ലസ് ബീറ്റ എന്താണ്? മൈനസ് ബി ബൈ എ ചെയ്യണം. മൈനസ് ബി ബൈ എ. മൈനസ് ഓൾറെഡി ഫോർമുലയിലുണ്ട്. ബി എന്ന് പറയുന്നത് -5 ആണ്, ബൈ എ എന്ന് പറയുന്നത് 1 ആണ്. ദറ്റ് ഈസ് നെഗറ്റീവ് ഓഫ് നെഗറ്റീവിൻ്റെ നെഗറ്റീവ് എന്താവും? പോസിറ്റീവ് ആയി. ദറ്റ് ഈസ് 5/1, ദറ്റ് ഈസ് 5. അതാണ് ആൻസർ. ഇതിൽ ഓപ്ഷനിൽ ഡി ആണ്. ഇതൊക്കെ വളരെ സിമ്പിളാണ്. ഇനി 16 നോക്കിക്കോളൂ. പ്രൊഡക്റ്റ് ഓഫ് സീറോസ് ഓഫ് ദ പോളിനോമിയൽ എക്സ് സ്ക്വയർഡ് മൈനസ് 2x ഈസ് ഡാഷ്. ഇവിടെയും നമ്മുടെ പോളിനോമിയൽ ഏതാ? സൊല്യൂഷൻ എഴുതുക. എക്സ് സ്ക്വയർഡ് മൈനസ് 2x ആണ് നമ്മുടെ പോളിനോമിയൽ. ഇവിടെ കോൺസ്റ്റൻ്റ് ഇല്ല, സി ഇല്ല. സി ഒന്നും ഇല്ലെങ്കിൽ നമ്മളെന്താ? സി ഇല്ലെങ്കിൽ നമ്മളെന്ത് കൊടുക്കും? സീന് 0 ആയിരിക്കും. ഇതിനെ കമ്പയർ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ജനറൽ ഫോം എന്ന് പറയുന്നത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണ്. എ എന്ന് പറയുന്നത് 1 ആണ്, ബി എന്ന് പറയുന്നത് -2 ആണ്, സി ഇവിടെ ഇല്ല, നമുക്ക് കൊടുക്കാം 0 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. പ്രൊഡക്റ്റ് ഓഫ് സീറോസ് എന്താ ഫോർമുല? പ്രൊഡക്റ്റ് ഓഫ് സീറോ കണ്ടുപിടിക്കാൻ, ദറ്റ് ഈസ് ആൽഫ ബീറ്റ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? സി ബൈ എ. സി ബൈ എ എന്ന് പറയുമ്പോൾ സി എത്രയാണ് ഇവിടെ? 0. 0/1 എന്ന് പറയുന്നത് ആൻസർ വരിക 0. 0/1 എന്ന് പറഞ്ഞാൽ 0 ആണ്. നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ 17th ക്വസ്റ്റ്യൻ ആണ്. ഇത് കുറച്ച് വലിയ പ്രോബ്ലമാണ്, പക്ഷേ എളുപ്പമാണ്. ഓക്കെ, നോക്കിക്കോളൂ. 17th ക്വസ്റ്റ്യൻ. If alpha and beta are the zeros of the polynomial f of x is equal to x squared plus px plus q, then a polynomial having 1 by alpha and 1 by beta is its zero is dash. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. എന്താ പോളിനോമിയൽ? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർഡ് പ്ലസ് പി എക്സ് പ്ലസ് ക്യൂ പറഞ്ഞ് തന്നിട്ടുണ്ട്. പോളിനോമിയൽ നമുക്ക് തന്നിട്ടുണ്ട്. ഈ പോളിനോമിയലിൻ്റെ സീറോസ് അവർ പറഞ്ഞിട്ടുണ്ട് ആൽഫയും ബീറ്റയാണ് സീറോസ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? നമുക്ക് ഇതിൻ്റെ സമ്മ് കാണാം. സമ്മ് കണ്ടുപിടിക്കാൻ എന്താ ഫോർമുല? സം ഓഫ് സീറോസ് കണ്ടുപിടിക്കുകയാണ് ആൽഫ പ്ലസ് ബീറ്റയാണ്. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല മൈനസ് ബി ബൈ എ ആണ്. മൈനസ് ബി ബൈ എ ആണ്. ഇവിടെ മൈനസ് ബി ബൈ എ ആണെങ്കിൽ ഇവിടെ ബീൻ്റെ സ്ഥാനത്ത് എന്താ? പി ആണ്. കണ്ടോ? ബീൻ്റെ സ്ഥാനത്ത് നമ്മൾ കമ്പയർ ചെയ്യണം. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ചെയ്യുമ്പോൾ ബീൻ്റെ സ്ഥാനത്ത് ഇവിടെ പി ആണ്. അപ്പം മൈനസ് ബി എന്ന് പറയുമ്പോൾ മൈനസ് എഴുതുക, ഫോർമുലത്തെ മൈനസ് ആണ്, ബീൻ്റെ സ്ഥാനത്ത് പി ആണ്. അപ്പോൾ മൈനസ് പി ബൈ എ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് കിട്ടി, സമ്മ് കിട്ടി. സം ഓഫ് സീറോസ് എല്ലായ്പ്പോഴും നമ്മൾ എഴുതേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എസ് എന്ന് എഴുതി. സം ഓഫ് സീറോസ് ആണ്. ഇനി പ്രൊഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുന്നതാണ് ആൽഫ ബീറ്റ ആണ്. ആൽഫ ബീറ്റ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? സി ബൈ എ ആണ്. ഇവിടെ സി എന്ന് പറയുന്നത് ക്യൂ ആണ്. ദറ്റ് ഈസ് ക്യൂ ബൈ എ എന്ന് പറയുന്നത് എയുടെ കോഎഫിഷ്യൻറ്റ് 1 ആണ്. അല്ല, എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്, അതാണ് എ. ദറ്റ് ഈസ് ക്യൂ ബൈ 1, ക്യൂ കിട്ടി. അപ്പോൾ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ മൈനസ് പിയും കിട്ടി, ആൽഫ ബീറ്റ ക്യൂവും കിട്ടി. ഇത് നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയൽ നിന്നും നമുക്ക് സമ്മും പ്രൊഡക്റ്റും കിട്ടി. അവർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് പുതിയൊരു പോളിനോമിയൽ കണ്ടുപിടിക്കണം. അതിൻ്റെ സീറോസ് 1 ബൈ ആൽഫ ആൻഡ് 1 ബൈ ബീറ്റയാണ്. അതിൻ്റെ സീറോസ് എന്ന് പറയുന്നത് 1 ബൈ ആൽഫയും 1 ബൈ ബീറ്റയാണ്. പുതിയൊരു പോളിനോമിയൽ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഹെഡിങ് കൊടുക്കുക, ന്യൂ പോളിനോമിയൽ നമ്മൾ ഫോം ചെയ്യാമാണ്. ന്യൂ പോളിനോമിയൽ അതിൻ്റെ സീറോസ് തന്നിട്ടുണ്ട് 1 ബൈ ആൽഫ ആൻഡ് 1 ബൈ ബീറ്റ, അത് എഴുതി. ഓക്കെ,
ന്യൂ പോളിനോമിയൽ. നമ്മളൊരു പോളിനോമിയൽ ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? കെ ഇൻറ്റു വേണമെങ്കിൽ കൊടുത്തോണ്ട് കൊടുക്കാതിരുന്നാലും കുഴപ്പമൊന്നുമില്ല. പോളിനോമിയൽ ഫോം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എക്സ് സ്ക്വയർഡ് മൈനസ് സം ഓഫ് എക്സ് പ്ലസ് പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു 0. അതിനെ സം എന്നൊക്കെ എസ് എന്ന് എഴുതിയിരിക്കുന്നത്. എസ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവേണ്ട, സം ഓഫ് സീറോസ് ആണ്. പി എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് സീറോസ് ആണ്. ഇവിടെ ഈ ന്യൂ പോളിനോമിയലിൽ സീറോസ് ഏതൊക്കെയാണ്? 1/α ആൻഡ് 1/β ആണ്. ഓക്കെ, അപ്പോൾ സം ഓഫ് സീറോസ് എക്സ് സ്ക്വയർഡ് മൈനസ് സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് 1/α പ്ലസ് 1/β ഇൻറ്റു എക്സ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് സീറോസ് ആണ് 1/α ഇൻറ്റു 1/β. ഓക്കെ, ഈക്വൽ ടു 0. നന്നായിട്ട് മനസ്സിലാക്കണം. നമ്മൾ മുമ്പത്തെ കണക്കിൽ ആൽഫയും ബീറ്റയായിരുന്നു ഈ ഭാഗത്തുണ്ടായിരുന്നത്. ഇവരെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പുതിയൊരു പോളിനോമിയലിൽ അതിൻ്റെ സീറോസ് 1/α 1/β ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ആഡ് ചെയ്യുക പറയുന്നത് അർത്ഥം സം എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 1/α പ്ലസ് 1/β ഇൻറ്റു എക്സ് പ്ലസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 1/α ഇൻറ്റു 1/β. നന്നായിട്ട് മനസ്സിലാക്കണം ഈ ഭാഗം കേട്ടോ. അത് കഴിഞ്ഞാൽ നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. എക്സ് സ്ക്വയർഡ് എഴുതി, ഇവിടെ മൈനസ് എഴുതി. ഇതിൻ്റെ എൽ സി എം എന്താണ്? ആൽഫ ബീറ്റ ആണ് എൽ സി എം. അത് ഞാൻ താഴെ എഴുതി. ആൽഫ ബീറ്റ ആണ് നമ്മുടെ എൽ സി എം. ഈ ആൽഫ ബീറ്റ എഴുതിയതിന് ശേഷം ഇവിടെ ആൽഫ ബീറ്റ എൽ സി എം, ഇവിടെ ഡിനോമിനേറ്ററിൽ എന്താണ്? ആൽഫയാണുള്ളത്. ഇല്ലാത്ത ഏതാണ്? ബീറ്റ. അതിന് മുകളിലേക്ക് ഇൻറ്റു ചെയ്തു. കണ്ടോ? പ്ലസ് എഴുതി. ഇവിടെ ആൽഫ ബീറ്റ ഉണ്ട്, ഇവിടെ ഉള്ളത് ബീറ്റ ആണ്. ഇവിടെ ഇല്ലാത്ത ഏതാണ്? ആൽഫ. അതിന് മുകളിലേക്ക് ഇൻറ്റു ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബീറ്റ പ്ലസ് ആൽഫ ബൈ ആൽഫ ബീറ്റ കിട്ടി ഇൻറ്റു എക്സ് പ്ലസ് ഇവിടെ 1 × 1 1 ആൽഫ ഇൻറ്റു ബീറ്റ ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു 0. മനസ്സിലായെന്ന് വിചാരിക്കുന്നു നന്നായിട്ട്. ഇനി എളുപ്പമാണ് സംഭവം. എക്സ് സ്ക്വയർഡ് എഴുതുക, മൈനസ് ഇതെഴുതി. ആൽഫ പ്ലസ് ബീറ്റ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. എന്താണ് ആൽഫ പ്ലസ് ബീറ്റ? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ആൽഫ പ്ലസ് ബീറ്റ? മൈനസ് പി. അപ്പോൾ മൈനസ് പി ബൈ ആൽഫ ബീറ്റ എന്ന് പറയുന്നത് ഇവിടെ ക്യൂ ആണ്. കണ്ടോ? ആൽഫ ബീറ്റ എന്ന് പറയുന്നത് ക്യൂ ആണ്. അപ്പോൾ ഇവിടെ എന്താ കാണുക? അതിൻ്റെ ആ വാല്യൂ കൊടുക്കുക. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് മൈനസ് പി ആണ്. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് ക്യൂ ആണ് ഇൻറ്റു എക്സ് പ്ലസ് 1/α ബീറ്റ ദറ്റ് ഈസ് 1/α ബീറ്റ ക്യൂ ആണ്. അപ്പോൾ 1/q ഈസ് ഈക്വൽ ടു 0. ഇനി എളുപ്പമാണ്. എക്സ് സ്ക്വയർഡ് എഴുതി, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്തായി? പോസിറ്റീവ് ആയി. p/q എക്സ് പ്ലസ് 1/q ഈസ് ഈക്വൽ ടു 0. അടുത്ത സ്റ്റെപ്പ് നോക്കിക്കോളൂ. എക്സ് സ്ക്വയർഡ് പറഞ്ഞ അർത്ഥം എന്താണ്? എക്സ് സ്ക്വയർഡ് ബൈ 1 ആണ്. എക്സ് സ്ക്വയർഡ് പറഞ്ഞ അർത്ഥം എന്താണ്? എക്സ് സ്ക്വയർഡ് ബൈ 1 ആണ്. ഇവിടെ താഴത്ത് ക്യൂ ഉണ്ട്, ക്യൂ. അപ്പോൾ എൽ സി എം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ എൽ സി എം എന്ന് പറയുന്നത് ക്യൂ ആണ്. ഓക്കെ, എൽ സി എം ക്യൂ എഴുതി. ക്യൂ ഇവിടെ എക്സ് സ്ക്വയർഡ് പറഞ്ഞാൽ എക്സ് സ്ക്വയർഡ് ബൈ 1 ആണ്. എക്സ് സ്ക്വയർഡ് പറഞ്ഞാൽ എക്സ് സ്ക്വയർഡ് ബൈ 1 ആണ്. അപ്പോൾ ക്യൂ 1ൽ എത്ര ടൈംസ്? ക്യൂ ടൈംസ് ക്യൂ ഇൻറ്റു എക്സ് സ്ക്വയർഡ് ക്യൂ എക്സ് സ്ക്വയർഡ് പ്ലസ് ക്യൂവിൽ എത്ര ടൈം? 1 ടൈം 1 ഇൻറ്റു പി എക്സ് പ്ലസ് ക്യൂവിൽ എത്ര ടൈം? 1 ടൈം 1 ഇൻറ്റു 1 1 ബൈ ക്യൂ. എൽ സി എം താഴെ വന്നുകൊണ്ടോ? എൽ സി എം താഴെയുണ്ട്, മുകളിൽ ഇത് വന്നു. ഈ ക്യൂ എന്തായി? ഇത് ഡിവൈഡഡ് ആണ്. ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഡിവൈഡ് എപ്പോഴും ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ ഇൻറ്റു ആവും. അപ്പോൾ 0 ഇൻറ്റു ക്യൂ എന്തായി? അവിടെ 0 ആയി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? ബാക്കി ക്യൂ എക്സ് സ്ക്വയർഡ് പ്ലസ് പി എക്സ് പ്ലസ് 1 ആണ് നമുക്ക് കിട്ടിയ പുതിയ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. ഇങ്ങനത്തെ ടൈപ്പ് കണക്കുകളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. നന്നായിട്ട് ആദ്യം മുതലൊന്ന് മനസ്സിലാക്കണം കേട്ടോ. ഇത് നന്നായിട്ട് സ്റ്റെപ്പായിട്ട് ഓരോന്നും എഴുതിയെടുക്കണം. ഇതിൽ 18th പ്രോബ്ലം നോക്കിക്കോളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ആൽഫ ബീറ്റ ആർ ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട് എക്സ് സ്ക്വയർഡ് മൈനസ് പി ഇൻറ്റു എക്സ് പ്ലസ് 1 മൈനസ് സി, ദെൻ ആൽഫ പ്ലസ് 1 ഇൻറ്റു ബീറ്റ പ്ലസ് 1 എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. If alpha beta are the zeros of the polynomial f of x is equal to x squared minus p into x plus 1 minus c, then alpha plus 1 into beta plus 1 ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യം എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയൽ എന്താണ്? അത് ആദ്യം എഴുതാം. f of x is equal to x squared minus p of x plus 1 minus c. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം?
ഈ എക്സ് സ്ക്വയർഡ് എഴുതി ഈ പീനെ ഓരോന്നിലും ഇൻറ്റു ചെയ്യുക. അപ്പോൾ എന്ത് വരും? നെഗറ്റീവ് പി ഇൻറ്റു എക്സ് നെഗറ്റീവ് പി എക്സ്, നെഗറ്റീവ് പി ഇൻറ്റു +1 നെഗറ്റീവ് പി മൈനസ് സി. ഇതുവരെ മനസ്സിലാക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജനറൽ ഫോം എന്താണ്? ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണ്. കമ്പയർ ചെയ്യാം. എ എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ഇവിടെ എക്സ് സ്ക്വയർഡ് ആണ്. അപ്പോൾ എ എന്തായിരിക്കും? 1. ഓക്കെ, ഇവിടെ ബി എക്സ് ആണ്, അവിടെ എന്താ വരുന്നത്? ബി എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ വരുന്നത്? മൈനസ് പി എക്സ് ആണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് എന്താണ്? മൈനസ് പി ആണ്. ഓക്കെ, ഇവിടെ പ്ലസ് സി ആണ്, ഇവിടെ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് മൈനസ് പി മൈനസ് സി ആണ്. ഈ സി എന്ന് പറയുന്നത് മൈനസ് പി മൈനസ് സി, ഇത് കോൺസ്റ്റൻ്റ് ആണ് ഈ ഭാഗം. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്തു. കമ്പയർ ചെയ്ത ശേഷം ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സീറോസ് ഏതൊക്കെയാണ്? ആൽഫയും ബീറ്റയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണം. തന്നിരിക്കുന്ന പോളിനോമിയൽ എന്താ ചെയ്തു? എടുത്തെഴുതി. അതിനെ പീനെ നമ്മൾ ഓരോന്നിലും ഇൻറ്റു ചെയ്തു. ഇൻറ്റു ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ജനറൽ ഫോമും നമ്മുടെ ക്വസ്റ്റ്യനും കൂടിയിട്ട് കമ്പയർ ചെയ്തപ്പോൾ അതിൽ നിന്നും എ കിട്ടി, ബി കിട്ടി, സി കിട്ടി. ആൽഫ ബീറ്റ ആണ് സീറോസ് എന്ന് പറയുന്നത്. ഇതിൽ ആദ്യത്തെ ജോലി സം ഓഫ് സീറോസ് കണ്ടുപിടിക്കുക. സം ഓഫ് സീറോസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ അല്ലേ, ഈസിക്കൽ ടു മൈനസ് ബി ബൈ എ ആണ് നമ്മുടെ സം ഓഫ് സീറോസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, മൈനസ് ബി ബൈ എ. ഇവിടെ ഓൾറെഡി ഇക്വേഷനിലൊരു മൈനസ് ഉണ്ട്. ബി എന്ന് പറയുന്നത് മൈനസ് പി ആണ്. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് പി ബൈ എ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് ആയി അല്ലേ. പി ബൈ 1 എന്ന് പറയുന്നത് എന്തായി? പി ആയി. അത് കിട്ടി. പ്രൊഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുന്നത് ആൽഫ ബീറ്റ ആണ്. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് സി ബൈ എ ആണ്. ഇവിടെ സി എന്താണ്? മൈനസ് പി മൈനസ് സി ബൈ എ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് സം ഓഫ് സീറോസും പ്രൊഡക്റ്റ് ഓഫ് സീറോസും കിട്ടി. ഓക്കെ, ഇതുവരെ നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ആൽഫ പ്ലസ് 1 ഇൻറ്റു ബീറ്റ പ്ലസ് 1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൽഫ പ്ലസ് 1 ഇൻറ്റു ബീറ്റ പ്ലസ് 1. ഇതെങ്ങനെ ചെയ്യുക? ആൽഫ ഇൻറ്റു ബീറ്റ, ആൽഫ ബീറ്റ, മനസ്സിലാക്കണം കേട്ടോ നന്നായിട്ടത്. ആൽഫ ഇൻറ്റു ബീറ്റ, ആൽഫ ബീറ്റ, പിന്നെ ആൽഫ ഇൻറ്റു 1, ആൽഫ, 1 ഇൻറ്റു ബീറ്റ, ബീറ്റ, 1 ഇൻറ്റു 1, 1 ഇങ്ങനെ കിട്ടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആൽഫ ബീറ്റ എഴുതി പ്ലസ് ആൽഫ പ്ലസ് ബീറ്റേന് നമ്മൾ ബ്രാക്കറ്റ് കൊടുക്കുക. നമ്മളിങ്ങനെ എഴുതും. അത് കഴിഞ്ഞിട്ട് ആൽഫ പ്ലസ് ബീറ്റേന് എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് കൊടുക്കണം, +1. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ആൽഫ ബീറ്റ എന്താ വില? എന്താ നമ്മുടെ വാല്യൂ കിട്ടിയിരിക്കുന്നത്? ആൽഫ ബീറ്റ, ആൽഫ ബീറ്റ എന്ന് പറയുന്നത് മൈനസ് പി മൈനസ് സി ആണ്. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് അതിൻ്റെ നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്? ആൽഫ ബീറ്റ എന്ന് മൈനസ് പി മൈനസ് സി ആണ്. അപ്പോൾ മൈനസ് പി മൈനസ് സി എഴുതി. പ്ലസ് ആൽഫ പ്ലസ് ബീറ്റ നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്തിട്ടുണ്ട്. എത്രയാണ് ആൽഫ പ്ലസ് ബീറ്റ? ഇവിടെ പി കണ്ടോ, അത് കൊടുക്കുക. +1. അതിൽ മൈനസ് പിയും പ്ലസ് പിയും ക്യാൻസൽ ചെയ്തു. ബാക്കിന് എന്താ ഉള്ളത്? +1 ആണ്. അത് 1 ആദ്യം എഴുതി. പിന്നെ മൈനസ് സി, 1 മൈനസ് സി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടും. നമ്മുടെ ഓപ്ഷനിൽ ബി ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇനി അടുത്തത് 19th ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോളൂ. അതും അതേപോലത്തെ ഒരു പ്രോബ്ലം ആണ്, ശ്രദ്ധിക്കുക. If alpha beta are the zeros of the polynomial f of x is equal to x squared minus p into x plus 1 minus c such that alpha plus 1 into beta plus 1 is equal to 0, then c കണ്ടുപിടിക്കണം. cൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. നമ്മൾ മുമ്പ് ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. അവസാനം cൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കോളൂ. എന്ത് കുറച്ച് സ്പീഡിൽ എക്സ്പ്ലെയിൻ ചെയ്യും. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. എന്താണ്? എക്സ് സ്ക്വയർഡ് മൈനസ് പി ഇൻറ്റു എക്സ് പ്ലസ് 1 മൈനസ് സി. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു? എക്സ് സ്ക്വയർഡ് എഴുതി. പീനെ ഓരോന്നിൽ ഇൻറ്റു ചെയ്യുക. മൈനസ് പി ഇൻറ്റു എക്സ് മൈനസ് പി എക്സ് മൈനസ് പി ഇൻറ്റു 1 ദറ്റ് ഈസ് മൈനസ് പി, പിന്നെ മൈനസ് സി അത് എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജനറൽ ഫോം എന്താണ്? എ എക്സ് സ്ക്വയർഡ് പ്ലസ് ബി എക്സ് പ്ലസ് സി ആണ്. അത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എ എന്താണെന്ന് കിട്ടും, ബി എന്താണെന്ന് കിട്ടും, സി എന്താണെന്ന് കിട്ടും. നമ്മൾ മുമ്പ് ചെയ്ത എങ്ങനെയാണോ 18th ചെയ്ത് അതേപോലെ തന്നെ, ഒരു വ്യത്യാസമില്ല. അത് കഴിഞ്ഞ് സീറോസ് എന്ന് പറയുന്ന ആൽഫ ബീറ്റയാണ്, അത് കിട്ടി. ആദ്യത്തെ ജോലി സം ഓഫ് സീറോസ് കണ്ടുപിടിക്കുക. സം ഓഫ് സീറോസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് മൈനസ് ബി ബൈ എ ആണ്. അത് ചെയ്തപ്പോൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് പി കിട്ടി. ഇതെല്ലാം ഞാൻ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാൻ സ്പീഡിൽ പോകുന്നത് കേട്ടോ. പ്രൊഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുന്നത് ആൽഫ ബീറ്റയാണ്, അത് സി ബൈ എ ആണ്. സി എന്ന് പറയുന്നത് മൈനസ് പി മൈനസ് സി ആണ് ബൈ 1, അത് കിട്ടി. അതിനുശേഷം നമ്മുടെ ആൽഫ പ്ലസ് 1 ഇൻറ്റു ബീറ്റ പ്ലസ് 1 എന്ന് പറയുന്നത് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഈക്വൽ ടു 0 തന്നെ കൊടുക്കുക. എന്നിട്ട് ആൽഫ ഇൻറ്റു ബീറ്റ, ആൽഫ ബീറ്റ, പിന്നെ
alpha into 1 alpha, 1 into beta beta, 1 into 1 1 is equal to 0. ഇവിടെ 0 കൊടുക്കണം. മുമ്പത്തെ കണക്കിൽ നമ്മൾ 0 കൊടുത്തില്ല. ഇവിടെ 0 കൊടുക്കണം, കാരണം ക്വസ്റ്റ്യനിൽ 0 തന്നിട്ടുണ്ട്. എന്നിട്ട് ആൽഫ ബീറ്റ കാണുന്നവിടെ നമ്മൾ എന്ത് കൊടുത്തു? മൈനസ് പി മൈനസ് സി കൊടുത്തു. പ്ലസ് ആൽഫ പ്ലസ് ബീറ്റ കാണുന്നവിടെ ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ നമ്മൾ ബ്രാക്കറ്റ് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്. നമ്മൾ ഇതെല്ലാം ഓരോന്ന് ഇൻഡ്യൂ ചെയ്ത ശേഷം ആൽഫ പ്ലസ് ബീറ്റ എന്നുള്ളത് നമ്മൾ ബ്രാക്കറ്റിൽ അത് ഒന്നാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പി കൊടുത്തു, പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. അത് കഴിഞ്ഞ് ഇത് മൈനസ് പി പ്ലസ് പി ക്യാൻസൽ ചെയ്തു. ബാക്കി ഇവിടെ നെഗറ്റീവ് സി ഉണ്ട്, ഓൾറെഡി ഇവിടെ നെഗറ്റീവ് സി ഉണ്ട്. ഇവിടെ പ്ലസ് 1 അത് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? നെഗറ്റീവ് 1 ആവും. ഇവിടെ മൈനസ് സി ഉണ്ട്, ഇവിടെ പ്ലസ് 1 ഉണ്ട്, അത് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? നെഗറ്റീവ് 1 ആവും. ഈ നെഗറ്റീവും ഈക്വൽ ടുൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരേപോലെ ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ സി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 1 കിട്ടി. ഇതിൽ ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ്. നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കണു. ഇത് വളരെ സിമ്പിളാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ എടുത്തേട്ടോ. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. If the product of zeros of the polynomial f of x is equal to ax cube minus 6x squared plus 11x minus 6 is 4, then a is equal to dash. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ത് പോളിനോമിയലാണ്? ഒരു പോളിനോമിയൽ കണ്ടാൽ നമുക്ക് അറിയണം. ഡിഗ്രി 2 കണ്ടാൽ ക്വാഡ്രാറ്റിക് ആണ്, ഡിഗ്രി 3 കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് ക്യൂബിക് പോളിനോമിയലാണ്. ക്യൂബിക് പോളിനോമിയലാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ എക്സ് ക്യൂബ് മൈനസ് 6x സ്ക്വയർ പ്ലസ് 11x മൈനസ് 6 നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയൽ. ഇതിൻ്റെ ജനറൽ ഫോം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി വീണ്ടും നമുക്ക് സ്മോൾ ലെറ്ററിൽ എഴുതാം. എ എക്സ് ക്യൂ പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് ഡി എന്ന് എഴുതാം. ഞാൻ കൺഫ്യൂഷൻ ആവാതെ, കാരണം ഇവിടെ ഓൾറെഡി ഒരു എ ഉണ്ട്, വീണ്ടും ഇവിടെ സ്മോൾ എ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? അതിൻ്റെ ജനറൽ ഫോം ക്യാപിറ്റൽ എ എക്സ് ക്യൂ പ്ലസ് ക്യാപിറ്റൽ ബി എക്സ് സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ സി എക്സ് പ്ലസ് ഡി എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. എന്നിട്ട് കമ്പയർ ചെയ്യണം. ഇവിടെ എയിന് എന്താ വരുന്നത്? എയിന് കമ്പയർ ചെയ്യുമ്പോൾ എന്താ വരിക? സ്മോൾ എ. ബിന് കമ്പയർ ചെയ്യുമ്പോൾ എന്താ വരിക? -6. സിന് കമ്പയർ ചെയ്യുമ്പോൾ എന്താ വരിക? 11. ഡിന് കമ്പയർ ചെയ്യുമ്പോൾ -6. ഇതാദ്യം എഴുതി വെക്കണം. കമ്പയർ ചെയ്തിട്ട് എഴുതി വെക്കണം. ഇനി നമുക്കറിയാം ക്യൂബിക് ആണെങ്കിൽ എത്ര സീറോസ് ഉണ്ടാവും? 3 സീറോസ് ഉണ്ടാവും. അത് ഏതൊക്കെയാണ്? ആൽഫ ബീറ്റ ഗാമയാണ് അതിൻ്റെ 3 സീറോസ് എന്ന് പറയുന്നത്. ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്നതാണ് ഒരു ക്യൂബിക് പോളിനോമിയലിൻ്റെ സീറോസ് എന്ന് പറയുന്നത്. ഇവർ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പ്രൊഡക്റ്റ് ഓഫ് സീറോസ് ആണ്. അതിൻ്റെ അർത്ഥം ആൽഫ ഇൻറ്റു ബീറ്റ ഇൻറ്റു ഗാമ എന്ന് പറയുന്നത് അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ട് 4 ആണ്. ഇതിൻ്റെ ഈ പോളിനോമിയലിൻ്റെ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 4 ആണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം ആൽഫ ഇൻറ്റു ബീറ്റ ഇൻറ്റു ഗാമ എന്ന് പറയുന്നത് 4 ആണ്. പക്ഷേ പ്രൊഡക്റ്റ് ഓഫ് സീറോസ് ക്യൂബിക് പോളിനോമിയലിൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല -d/a ആണ്. -d/a. അത് ശ്രദ്ധിക്കണം. പ്രൊഡക്റ്റ് ഓഫ് സീറോസ് ക്യൂബിക് പോളിനോമിയലിൽ കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ ഫോർമുല -d/a ആണ്. അപ്പോൾ ഈസിക്കൽ ടു 4 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പ്രൊഡക്റ്റ് ഓഫ് സീറോസ് 4 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ആൽഫ ബീറ്റ ഗാമ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല -d/a ആണ്. ഈസിക്കൽ ടു 4 തന്നിട്ടുണ്ട്. -d ഓൾറെഡി ഇക്വേഷനിൽ മൈനസ് ഉണ്ട്. പിന്നെ ഡി എന്ന് പറയുന്നത് -6 ആണ്. അപ്പോൾ -6 ആവും. ബൈ എ ക്യാപിറ്റൽ എ ആണ്. ക്യാപിറ്റൽ എ ആണ്. ഇവിടെ എന്താ? എ എന്തിന് ഈക്വൽ ആണ്? നമ്മുടെ ഇക്വേഷനിൽ സ്മോൾ എ ആണ്. അപ്പോൾ സ്മോൾ എ ഈസ് ഈക്വൽ ടു 4. അത് കഴിഞ്ഞിട്ട് നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് പോസിറ്റീവായി 6/a ഈസ് ഈക്വൽ ടു 4 കിട്ടി. ദെയർഫോർ എ എന്തായിരിക്കും? എന് ഇങ്ങോട്ടേക്കും കൊണ്ടുപോവുക, 4ന് ഇങ്ങോട്ടേക്കും കൊണ്ടുവരിക. ശ്രദ്ധിക്കണം, എ ഡിവൈഡഡ് ആയിരുന്നു, അത് അങ്ങോട്ട് പോകുമ്പോൾ എന്തായി? മുകളിലേക്ക് പോയി, ഇൻറ്റു ആയി അല്ലേ? ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇൻറ്റു ആയി. ഈ 4 ഇൻറ്റു ആണ്, ശരിക്കും പറഞ്ഞാൽ 4 × 1 ആണ്. ആ 4 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താവും? ഇൻറ്റു ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? അത് ഡിവൈഡ് ആവും. അത്രയേ ഉള്ളൂ. എന് അങ്ങോട്ടേക്കും പറഞ്ഞു വെച്ചു, 4ന് ഇങ്ങോട്ടേക്കും പറഞ്ഞു. കാരണം നമുക്ക് എ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? ശ്രദ്ധിക്കണം കേട്ടോ നന്നായിട്ട്. 6/a ഈസ് ഈക്വൽ ടു 4 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ എന് അങ്ങോട്ടേക്കും കൊണ്ടുപോകുക, 4ന് ഇങ്ങോട്ടേക്കും കൊണ്ടുവരിക. കാരണം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ആണ്. അപ്പോൾ നമുക്ക് എ അങ്ങോട്ട് പോയി 4 ഇങ്ങോട്ടും വന്നു. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 6/4 കിട്ടി. 6/4 നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. 2 പോയില്ലേ? 6 2 എത്ര ടൈംസ്? 3 ടൈംസ്. 4 2 ടൈംസ്. ദറ്റ് ഈസ് 3/2 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓപ്ഷൻ എ കിട്ടി. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, അതിന് 3 സീറോസ് ആണുള്ളത്. ആൽഫ ബീറ്റ ഗാമ. അതിൻ്റെ പ്രൊഡക്റ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈസിക്കൽ ടു 4 തന്നിട്ടുണ്ട്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആൽഫ ഇൻറ്റു ബീറ്റ ഇൻറ്റു ഗാമ ആണ്. ഈസിക്കൽ ടു 4. പക്ഷേ പ്രൊഡക്റ്റ് ഓഫ് സീറോസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയുണ്ട്. -d/a ഈസിക്കൽ ടു 4 എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇവിടെ നമ്മൾ ആ ഡീൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മൈനസ് ഫോർമുലയിലുള്ളതാണ്. പിന്നെ ഒരു ഡി എന്ന് പറയുന്നത് -6 ആണ്. അപ്പോൾ നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് പോസിറ്റീവായി ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്നത് ഇവിടെ സ്മോൾ എ ആണ്. ഓക്കെ, കമ്പയർ ചെയ്യുമ്പോൾ എ സ്മോൾ എ ആണ്.
അപ്പോൾ എഴുതി ഈസിക്കൽ ടു 4. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്മോൾ എ ആണ് അവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എ ഇങ്ങോട്ടേക്കും പോയി 4 ഇങ്ങോട്ടേക്കും വന്നു. അപ്പോൾ നമുക്ക് 6/4 കിട്ടി. ദറ്റ് ഈസ് 3/2 ആൻസർ. ഓക്കെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം. താങ്ക് യു വെരി മച്ച്.